നമസ്കാരം. നിങ്ങളോർക്ക് ഞാൻ ഈ കാവടി തുള്ളി എങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന്. നമ്മുടെ നൈമിത്രയിലെ ദീജ കുറച്ച് സാധനങ്ങൾ അയച്ചു. അത് ഞങ്ങളുടെ പോസ്റ്റ്മാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണ് അങ്ങോട്ട്. കണ്ടോ, ഇട്ടേക്കുന്ന ചെരുപ്പ് കണ്ടോ, ഞാൻ ലേലത്തിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം. അങ്ങനെ സാധനം എൻ്റെ കയ്യിൽ കിട്ടി. സാധനം കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ പടിയും തെറ്റി. ഇതേ നമ്മുടെ നൈമിത്ര ഫുഡ്സ് ദീജയുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീജ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞാൻ കുറേ നാളുകൊണ്ട് ദീജയുടെ എന്തെങ്കിലും അച്ചാറിൻ്റെ ഐറ്റമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോഴായിരുന്നു അത് നടന്നത്. കാരണം എന്നോട് പലപ്പോഴും അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് ആൾ. പക്ഷെ ഞാൻ മനഃപൂർവ്വം കൊടുക്കാൻ കാരണം എന്താ പറയുക, നമുക്ക് ഈ നമ്മൾ ഒരു റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അത് കാശ് കൊടുത്ത് മേടിക്കണമെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് മേടിച്ചാൽ അത് ഫ്രീ ആയിട്ട് നമ്മളതിനെ ഒരു പ്രഷർ കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പം നല്ലതെന്ന് പറയാൻ നമ്മളെ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഈ തവണ പൈസ കൊടുത്തു. പക്ഷേ അതിൽ കൂടുതൽ വർത്തായിട്ടുള്ള സാധനം അയച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതൊന്ന് നോക്കിയേക്കാം ഇത് എന്തൊക്കെയാണെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഇത് കഴിച്ചിട്ട് ബാക്കി റിവ്യൂ ഇടും. നോക്കട്ടെ, എവിടെ നിന്ന് എനിക്ക് പൊട്ടിക്കണമെന്ന് പോലും അറിയത്തില്ല. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ദീജയിനകത്ത്. അപ്പോൾ ഇനി എന്തൊക്കെ ഐറ്റംസ് ഒന്നും അറിയില്ല, നോക്കാം. കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഡ്രസ്സ് വരെ. ഞാൻ അഡ്രസ്സ് കൊടുക്കാതിരുന്നേ. ഞാൻ വിചാരിച്ചു നമുക്ക് എപ്പോഴെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഒന്നാമതാളെ ഒരുപാട് എഫോർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. സംഭവം പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോകും. എൻ്റെ ക്യാമറ വുമണിനോട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈവ ഇതെന്താ ഇത്രയുടെ ബീഫ്? ബീഫിൻ്റെ ബീഫ് ജിഞ്ചർ ഫ്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഇത് കൊച്ചെ കള്ളി കൊള്ളാമല്ലോ. പിന്നെ ഇത് മാവുണ്ടയല്ല സോറി അരിയുണ്ടയാണെന്ന് തോന്നുന്നത്. ക്യാമറ വുമണിന് ഈ ബേക്കറി സാധനമൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന ഒരു ക്യാമറ വുമണ്. ഇത് അരിയുണ്ട. നെക്സ്റ്റ് പോത്ത് ഇടിയിറച്ചി അടാറൈറ്റം ഇടിയിറച്ചി നോക്കട്ടെ. ഇതൊക്കെ പൊട്ടിച്ചെടുക്കണം. ഞാൻ പിന്നെ എന്തായാലും കഴിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ചും പറയാം. പിന്നെ ഈ നാരങ്ങയും ഡേറ്റ്സും കൂടെ ഉള്ള അച്ചാർ, നാരങ്ങയും ഈന്തപ്പഴവും കൂടെ ഉള്ള അച്ചാർ, അത് നല്ലത് ബിരിയാണിയുടെ കൂടെ കഴിക്കാനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് പുളിഞ്ചിക്ക, അത് വീട്ടിലെങ്ങാണ്ട് കഴിക്കാൻ ഉണ്ടാക്കിയതാ. അതും പുള്ളിക്കാരി പാക്ക് ചെയ്തെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പുളിഞ്ചിക്ക അച്ചാർ. പുളിഞ്ചിക്ക മീൻസ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ചീമപ്പുളി അച്ചാറെന്നാണത്. പിന്നെ ഉപ്പേരി, നൈമിത്രയുടെ ഉപ്പേരി. ഇത്രയും സാധനങ്ങളാണ് ദീജ നമുക്ക് സ്നേഹപൂർവ്വം അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാവേ. ഞാനാണെങ്കിലേ ദീജയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വന്നത് കാണിച്ചായിരുന്നു, നൈമിത്രയുടെ അല്ലേ. അപ്പോൾ അതിനകത്തൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്കിങ്ങനെ ലൈവായിട്ട് ടേസ്റ്റ് കാണിച്ചപ്പോൾ അതിൻ്റെ എന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എങ്കിലും ഇത് ഇടിയിറച്ചിയാണ്, നൈമിത്രയുടെ ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചിക്കകത്ത് ബോൺലെസ് ആയിട്ടുള്ള മീറ്റ്, പിന്നെന്താ ബ്ലാക്ക് പെപ്പർ, കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക്, ജിഞ്ചർ, ഗാർലിക്, മസ്റ്റാർഡ്, പിന്നെ ഇങ്ങനെയുള്ള കുറേ സോൾട്ട്, ഗരം മസാല, കറി ലീവ്സ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളത്. അതായത് നാടൻ സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല പൊടി പോലെ. ഒന്നും ചെയ്യണ്ട. ഇതിനകത്തോട് നമ്മൾ നല്ല ചൂട് ചോറിനകത്തോടൊക്കെ മാറിയിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനം ഞാൻ ഇപ്പോൾ കഴിക്കുന്ന അതായത് ഇതല്ല, ഇടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. നൈമിത്രയുടെ ഇടിയിറച്ചി ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഇതെനിക്ക് മറ്റുള്ളവരിൽ നിന്നും കമ്പാരിറ്റീവ്ലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് തോന്നി. ഒരു നാച്ചുറൽ ടേസ്റ്റ്, നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്നാലും അത് കാണിക്കാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ലെമൺ ഡേറ്റ്സ്. സാധാരണ നമുക്ക് ഡേറ്റ്സിൻ്റെ മിക്സ് ചെയ്ത ഡേറ്റ്സിൻ്റെ അച്ചാറൊക്കെ ഞാൻ എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ അതിനെല്ലാം നല്ല മധുരമാണ്. പക്ഷേ ഇതുണ്ടല്ലോ, നല്ല നാരങ്ങയുടെ ടേസ്റ്റും ഒരു ഇച്ചിരി കയ്പുള്ള പുളിയുള്ള എരി. പക്ഷേ ഇതിനകത്ത് മധുരം തീരെയില്ല. എന്നാൽ ഡേറ്റ്സ് ഉണ്ടെന്നറിയാം, നമ്മൾ കടിക്കുമ്പോൾ മാത്രമാണ് ഡേറ്റ്സ് ഉണ്ട്, മധുരമില്ല.
എനിക്ക് സാധാരണ ഇത് ഡേറ്റ്സിൻ്റെ അച്ചാർ മധുരമാണ് എനിക്ക് സാധാരണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് അത്ര വലിയൊരു ഇതിലോടും അല്ല കഴിച്ചത്. പക്ഷെ കഴിച്ചപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഈ ഡേറ്റ്സും നാരങ്ങയും കൂടിയിട്ടുള്ള മിക്സായിട്ടുള്ള അച്ചാർ ഇത് സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര മധുരമോ ഓവറായിട്ടുള്ള എന്ത് പറയുന്നത് ഒരു എണ്ണയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഒക്കെയാണ്. പിന്നെ വന്നേക്കുന്നത് ഇത് ഈ ബീഫ് ജിഞ്ചർ ഫ്രൈ, ഇഞ്ചി കൂടുതലായിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളത് ബീഫ്. അത് സാധാ ഇതുപോലെ തന്നെ, പക്ഷെ ഇതിന് കൈയിട്ടങ്ങ് എടുക്കുവാണ്, ഞങ്ങളൊന്നും വിചാരിക്കില്ല. അപ്പം ഇത് ഓക്കെയാണ്. ഇത് എനിക്കങ്ങ് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഇത് നല്ല അടിപൊളി ഒരു സാധനമാണ്. ഭയങ്കര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. കാരണം ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നന്നായിട്ട് ഒരു ഫ്രൈ ആയിട്ടുണ്ട്, ഒരു നല്ലൊരു അടിപൊളി ഒരു അടാറ് സാധനം. നല്ല വിലയാണ് കേട്ടോ ഇതിനൊക്കെ, 250 ഗ്രാമിന് നല്ല വിലയാണ്. അപ്പം നമ്മൾ അറിയാലോ ബീഫ് ഇത് 1 കിലോ എടുക്കുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്, 100 ഗ്രാമല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലുള്ളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. ചുമ്മാ നമ്മൾ ചിലർ പറയും ഭയങ്കര റേറ്റ് കുറച്ച്, ആ റേറ്റ് കുറച്ച് എങ്ങനെ കിട്ടും? ഇത് ശരിക്കും വർത്തായിട്ടുള്ളൊരു വിലയിലേ കിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ലാത്തൊരു സാധനം ഇതാണ് കേട്ടോ. ഇതെനിക്ക് കാണുമ്പോൾ തന്നെ വായിക്കണ വെള്ളം വരും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഈ പുളിഞ്ചിക്ക എന്ന് പറയും. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരുന്നത് പുളിഞ്ചിക്ക അച്ചാർ എന്നാണ്. ആക്ച്വലി ഇത് പത്തനംതിട്ടക്കാർക്ക് ഇത് ചീമപ്പുളി അച്ചാറാണ്. പിന്നെ എനിക്ക് അങ്ങോട്ട് വെള്ളിയിലോട്ടൊക്കെ ചിലർ ഇരുമ്പൻ പുളി അച്ചാർ എന്നൊക്കെ പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അച്ചാർ നല്ല പച്ചയായിട്ടുള്ള പുളി അല്ല, എന്നാൽ ഡ്രൈ ഭയങ്കരമായിട്ട് ഉണങ്ങിയതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു പുളി മീഡിയം ലെവലിലാക്കിയിട്ട് അച്ചാറിട്ടേക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുക, സത്യം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു അച്ചാറും ഈ ഒരു ഇടിയിറച്ചിയും ഉണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ അച്ചാറുകളിൽ പുളിഞ്ചിക്ക നമ്മുടെ ചീമപ്പുളി അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ബീഫ് ഫ്രൈ എനിക്ക് പിന്നെ ഫ്രൈ ഐറ്റംസിനോട് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ഡേറ്റ്സ് നാരങ്ങയും കൂടെ ഉള്ളത് ഒരു മധുരമുള്ളൊരു അച്ചാർ, പക്ഷെ അത് പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായിട്ടുണ്ട്. ഇത് പിന്നെ സൂപ്പർ സാധനം, ചോറിനകത്ത് ഇത് മാത്രം ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചുമ്മാ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ചുമ്മാ ഇത് എന്താ പറയുന്നത് മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോവും, അളിഞ്ഞു പോവും. പക്ഷെ ഇത്തരത്തിലൊന്ന് അച്ചാറിട്ടാൽ ഇത് പൊന്നെ കിട്ടില്ല ടേസ്റ്റ്. സത്യം എന്നോട് ദീജ പലപ്പോഴും ഇതുപോലെ എന്നോട് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോഴും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചേ നമുക്ക് ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അതിന് നിർബന്ധിതരാകും, ഉള്ളത് പറയാൻ പറ്റത്തില്ല, നമ്മളത് അടിപൊളി എന്നൊക്കെ പറയേണ്ട നിർബന്ധിതരാകും. പക്ഷെ സമയം നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് റിവ്യൂ പറയാം അല്ലേ. അതിനകത്ത് നമ്മൾ പിന്നെ അതുപോലെ ദീജ എന്നൊരു വ്യക്തിയെ, നയമിത്ര ഫുഡ്സിൻ്റെ ദീജ എന്നൊരു വ്യക്തി വീൽ ചെയറിലിരുന്ന് ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ദീജേനെ സഹതാപത്തിൻ്റെ കണ്ടുകൊണ്ട് നോക്കണ്ട. എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് സഹതാപമില്ല, ആളുടെ ഒരു സ്വയം സംരംഭക അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരി എന്നുള്ളൊരു ലേബലിൽ മാത്രം കാണുക. നിങ്ങൾ ഈ സഹതാപം കൊണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ട് മാത്രം വാങ്ങിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അരിയുണ്ടയാണ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് അരിയുണ്ട്, ഇതെനിക്കൊരു ഡൗട്ടുണ്ട്, ഇതിനകത്ത് കൂടുതൽ റവയാണോ അതോ അരിയാണോ, അതൊരു എന്തോ കറക്റ്റ് ടേസ്റ്റ് എനിക്കറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ദീജ എടുത്ത് ഇതെന്ന് ചോദിക്കാം. പക്ഷേ ഇത് കൊള്ളാം, ഒരു വെറൈറ്റീസ് ടേസ്റ്റ്. സാധാരണ അരിയുണ്ടേക്കായാലും വ്യത്യാസമായ ഒരു ടേസ്റ്റ്. ഇത് കുറച്ചും കൂടെ വെള്ള കളറുണ്ട് കേട്ടോ. മറ്റേതൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉദ്ദേശിച്ച റവയാണോ, കാരണം മറ്റേ അരിയുണ്ടൊക്കെ ആണെങ്കിൽ ഒരു റോസ് കളറാണ് വരുന്നത്. ഇതിന് നല്ല വെള്ള കളർ, പിന്നെ ഇതിനകത്ത് നല്ലതായിട്ട് എള്ളും ചേർത്തിട്ടുണ്ട് അവർ. ഇതാണ് നൈമിത്രയുടെ അരിയുണ്ട. പിന്നെ നൈമിത്രയുടെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നോർമൽ ഉപ്പേരി, ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, ഉപ്പേരി അത്രയേ ഉള്ളൂ. ഇത്രയുമാണ് സാധനങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു പാക്കേജായിട്ടുള്ളൊരു സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പുളിയിഞ്ചി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പുളിയിഞ്ചി എന്നോട് പറഞ്ഞത് വീട്ടിലുണ്ടാക്കിയതാണ്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിടണം. പക്ഷെ അതൊരു അസാധ്യ കിടു സാധനമായിരുന്നു, ഉപ്പേരി കറക്റ്റ് കിടു സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരോടും നിങ്ങളെല്ലാം ദീജയുടെ നമ്പർ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അത്യാവശ്യക്കാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ഓരോ സാധനമെങ്കിലുമൊക്കെ വാങ്ങിക്കുക.
നിങ്ങൾ ദീജ എന്ന വ്യക്തിയോടുള്ള സഹതാപം കൊണ്ട് വാങ്ങിക്കരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ദീജ എന്ന വ്യക്തിയിലെ സംരംഭകയെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. താങ്ക് യു.